Okay, very good evening. Today we are going to discuss the topic histopathology. Okay, അപ്പോൾ histopathology എന്ന് പറയുമ്പോൾ അതിന്റെ കുറച്ച് ഇൻട്രൊഡക്ഷൻ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ് ഹിസ്റ്റോളജി എന്ന് പറയുക? മൈക്രോസ്കോപ്പിക് സ്റ്റഡി ഓഫ് ടിഷ്യൂ ആണ് ഹിസ്റ്റോളജി. ഇതെല്ലാം ബേസിക് കാര്യങ്ങളാണ്, ഇതെല്ലാവർക്കും അറിയാം എന്നുള്ളൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയ്ക്ക് പറയുകയാണ്. അപ്പോൾ മൈക്രോസ്കോപ്പിക് സ്റ്റഡി ഓഫ് ടിഷ്യൂ ഹിസ്റ്റോളജി. ദെൻ ഹിസ്റ്റോപത്തോളജി എന്ന് പറയുമ്പോൾ മൈക്രോസ്കോപ്പിക് സ്റ്റഡി ഓഫ് ഡിസീസ്ഡ് ടിഷ്യൂ. ഡിസീസ്ഡ് ടിഷ്യൂവിന്റെ സ്റ്റഡീസിനെ ആകുമ്പോൾ നമ്മൾ ഹിസ്റ്റോപത്തോളജി എന്ന് പറയും. അപ്പൊ ആക്ച്വലി നമുക്ക് ഇതിന്റെ എന്താണ് നോർമൽ ടിഷ്യൂ എങ്ങനെയായിരിക്കും എന്ന് അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇതിന്റെ അബ്നോർമാലിറ്റിയെ പറ്റി പഠിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഹിസ്റ്റോളജി പഠിക്കണം, ഒപ്പം തന്നെ ഹിസ്റ്റോപത്തോളജി പഠിക്കണം. ഫാദർ ഓഫ് മോഡേൺ ഹിസ്റ്റോളജി എന്ന് പറയുന്നത് മേരി ഫ്രാങ്കോയ് സേവിയർ ബിച്ചാറ്റ് എന്നുള്ള സയന്റിസ്റ്റ് ആണ് ഫാദർ ഓഫ് മോഡേൺ ഹിസ്റ്റോളജി എന്ന് പറയുന്നത്. ഒരു ബേസിക്കലി ഒരു ഫ്രഞ്ച് അനാട്ടമിസ്റ്റ് ആണ്, പത്തോളജിസ്റ്റ് കൂടിയാണ്. ഫാദർ ഓഫ് പത്തോളജി ഓർ ഹിസ്റ്റോളജി ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വസന്ത് രാംജി കനോട്കർ. വസന്ത് രാംജി കനോട്കർ ആണ് ഫാദർ ഓഫ് പത്തോളജി അല്ലെങ്കിൽ ഫാദർ ഓഫ് ഹിസ്റ്റോളജി ഇൻ ഇന്ത്യ. ഫാദർ ഓഫ് മോഡേൺ ഹിസ്റ്റോളജി എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണലി ഉള്ളതാണ് മേരി ഫ്രാങ്കോയ് സേവിയർ ബിച്ചാറ്റ്. ഓക്കെ, അപ്പൊ ഇനി എന്താണ് ബയോപ്സി എന്നുള്ളത്? അപ്പൊ അതിന്റെ ഡെഫിനേഷൻ ഇതാണ്: an organ or a portion of an organ or a piece of tissue is removed from a living body. ഒരു ലിവിങ് ബോഡിന്ന് ഒരു ടിഷ്യൂ റിമൂവ്, ഒരു ഓർഗൻ മൊത്തം നമുക്ക് റിമൂവ് ചെയ്യും ചിലപ്പോൾ നമ്മൾ. ദെൻ പോർഷൻ ഓഫ് ആൻ ഓർഗൻ, അതേപോലെ പീസ് ഓഫ് ടിഷ്യൂ. ഇപ്പൊ ലിവറിനാണെങ്കിൽ ഒരു പീസ് ഓഫ് ടിഷ്യൂ നമ്മൾ റിമൂവ് ചെയ്യും. അല്ലെങ്കിൽ ഇപ്പൊ ഹോൾ ഓർഗൻ, എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് യൂട്രസ് പറയാം. ഹോൾ ഓർഗൻ ലിവിങ് ബോഡിയിൽ തന്നെയാണ് റിമൂവ് ചെയ്യുന്നത്. ഹോൾ ഓർഗൻ ഓർ എ പോർഷൻ ഓഫ് ആൻ ഓർഗൻ. അല്ലെങ്കിൽ ഇപ്പൊ ഒരു യൂട്രസിൽ ഒരു ഫൈബ്രോയിഡ് യൂട്രസ് ആണെങ്കിൽ അതിന്റെ ആ ഫൈബ്രോയിഡ് മൊത്തം, ആ ഭാഗം മൊത്തം കട്ട് ചെയ്തെടുത്ത് മാറ്റി ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഓർഗന്റെ ഒരു പോർഷന് നമുക്ക് എന്തെങ്കിലും ഇപ്പോ ഇൻഡസ്റ്റൈനിൽ എവിടെയെങ്കിലും ഒരു നല്ലൊരു ഇൻഫ്ലമേഷൻ വന്നു, അല്ലെങ്കിൽ ഒരു കാർസിനോമ വന്നു, അപ്പൊ ആ ഭാഗത്തിന്റെ ആ പോർഷൻ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഡുവോഡിനത്തിന്റെ കുറച്ച് ഭാഗവും ജജനത്തിന്റെ കുറച്ച് ഭാഗവും ചേർത്ത് കട്ട് ചെയ്ത് ബാക്കിയുള്ള ഭാഗം ജോയിൻ ചെയ്യും. അപ്പോൾ ഒരു ഓർഗൻ റിമൂവ് ചെയ്യാം, പോർഷൻ ഓഫ് ആൻ ഓർഗൻ റിമൂവ് ചെയ്യാം, എ പീസ് ഓഫ് ടിഷ്യൂ. ലിവർ ബയോപ്സി എല്ലാം നമ്മൾ ലിവറിന്റെ ഒരു പീസ് ആണ് എടുക്കാറുള്ളത്. ദീസ് ആർ ഓൾ റിമൂവ്ഡ് ഫ്രം എ ലിവിങ് ബോഡി. ലിവിങ് ബോഡി ജീവനുള്ള ശരീരത്തിൽ നിന്ന് റിമൂവ് ചെയ്താൽ അതിനെ നമ്മൾ ബയോപ്സി എന്ന് പറയുന്നു. ലിവർ, ഇൻഡസ്റ്റൈൻ, സിസ്റ്റ്, ഫൈബ്രോയിഡ്, അങ്ങനെ എല്ലാം നമുക്ക് അതിൽ പറയാം. ദെൻ വാട്ട് ഈസ് ഓട്ടോപ്സി? ഓട്ടോപ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ സംഭവങ്ങൾ തന്നെ. ആൻ ഓർഗൻ, എ പോർഷൻ ഓഫ് ആൻ ഓർഗൻ ഓർ എ പീസ് ഓഫ് ടിഷ്യൂ. ഇത് നമ്മൾ മോർച്ചറി പോസ്റ്റിങ്ങിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. പോസ്റ്റ്മോർട്ടം അവിടുന്ന് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്തെങ്കിലും ഒരു വിഷകത്ത് ചെന്നിട്ട് പോയിസണിങ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ സ്റ്റൊമക്കിന്റെ കുറച്ച് പാർട്ട്, ലിവറിന്റെ കുറച്ച് പാർട്ട്, കിഡ്നിയുടെ ഒരു പീസ്, ഇതെല്ലാം എടുത്തിട്ട് സാച്ചുറേറ്റഡ് സോൾട്ട് വാട്ടറിലായിട്ട് സാധാരണ ഇതെല്ലാം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹോർലിക്സിന്റെ കുപ്പിയില്ലേ, ഗ്ലാസ് ബോട്ടിൽ, അങ്ങനത്തെ ഹോർലിക്സിന്റെ പഴയ ടൈപ്പ് കുപ്പി, അങ്ങനത്തെ കുപ്പികളിൽ ഗ്ലാസ് ബോട്ടിലാണ് ഇടുക. സാച്ചുറേറ്റഡ് സലൈൻ ഇട്ടിട്ട് അതിലേക്ക് ഈ ഓർഗൻ ഏത് പീസാണ് അത് അവിടെ ഇടുക. ചിലപ്പോൾ ലങ്സിന്റെ ഒരു പോർഷൻ എടുക്കാം, ചിലപ്പോൾ എന്തെങ്കിലും വിഷവാതകം ശ്വസിച്ചിട്ടൊക്കെ ആണെങ്കിൽ അങ്ങനെ ഡെഡ് ബോഡിന്ന് നമ്മൾ റിമൂവ്. അതേപോലെ തന്നെ ഇതേ ഓർഗൻസ് ഒക്കെ നമുക്ക് മ്യൂസിയം മൗണ്ടിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഓർഗൻ നമ്മുടെ ഹോൾ ഓർഗൻ ആയിട്ടോ, അല്ലെങ്കിൽ ഇൻറ്റസ്റ്റൈൻ്റെ ഒരു പോർഷൻ, ഇപ്പൊ ഒരു അമീബിയാസിസിനെ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ ആ ഇൻറ്റസ്റ്റൈൻ കട്ട് ചെയ്ത് അതിനകത്ത് ഇപ്പൊ നമ്മുടെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും റൗണ്ട് വേമിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനാണെങ്കിൽ അതിന്റെ എല്ലാം അതിനെ വിത്ത വേമായിരിക്കുന്നത് നിങ്ങൾ പല ഭാഗത്തും മ്യൂസിയം മൗണ്ടിങ്ങിൽ കണ്ടിട്ടുണ്ടാവും. അതിനെല്ലാം അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഡെഡ് ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതിന് നമ്മൾ ഓട്ടോപ്സി എന്ന് പറയുന്നു. അതേപോലെ ഹോൾ ബ്രെയിൻ എല്ലാം നമ്മളിപ്പോൾ മ്യൂസിയം മൗണ്ടിങ്ങിനാണെങ്കിൽ ഹാർട്ട്, സ്റ്റൊമക്ക്, ഇതെല്ലാം നോർമലി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓട്ടോപ്സികളിൽ മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഹോൾ ബ്രെയിൻ അല്ലെങ്കിൽ ഹാർട്ട്, സ്റ്റൊമക്ക്, ഇതെല്ലാം റിമൂവ് ചെയ്യുന്നത്
ഓട്ടോപ്സി കേസിലാണ്. ഇനി ടിഷ്യൂ ക്യാൻ ബി പ്രിപ്പയർഡ് ഫോർ എക്സാമിനേഷൻ. ഒരു ടിഷ്യൂ ഉണ്ടെങ്കിൽ നമുക്കത് എക്സാമിനേഷൻ എന്തൊക്കെ ചെയ്യാന്നുള്ളതാണ് ടീസ്ഡ് പ്രിപ്പറേഷൻ. ടിഷ്യൂവിനെ നമ്മളൊരു വെറ്റ് മൗണ്ട് പോലെ ചെയ്യുന്ന പോലെ ടിഷ്യൂവിന് ഒരു പോർഷൻ എടുത്തിട്ട് അതിനെ കട്ട് ചെയ്ത് ഒരു പോർഷൻ എടുത്തിട്ട് നമുക്ക് വെറ്റ് മൗണ്ട് ചെയ്യുന്ന പോലെ ചെയ്തിട്ട് ചെയ്യുന്നതിന് ടീസ്ഡ് പ്രിപ്പറേഷൻ എന്ന് പറയും. സ്ക്വാഷ്ഡ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ചതയ്ക്കുക, അതായത് ആ ടിഷ്യൂവിനെ ഡാമേജ് വരുത്തിയിട്ട് ഒരു ഇതാക്കിയിട്ട് അതിനൊക്കെ കുറച്ച് ചെറിയ ചെറിയ പീസുകൾ പുറത്തു വരും, അല്ലെങ്കിൽ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് എന്നിട്ട് അതിനെ ഒബ്സർവ് ചെയ്യുന്നതിന് സ്ക്വാഷ്ഡ് പ്രിപ്പറേഷൻ എന്ന് പറയും. ദെൻ ഇംപ്രഷൻ സ്മിയേഴ്സ്. ഇംപ്രഷൻ സ്മിയേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ഓൺ ടേബിൾ, അതായത് ഒരു സർജറി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ പേഷ്യന്റ് ഇപ്പൊ ഇൻഡസ്ട്രൈൻ്റെ ഒരു പാർട്ട്, ഇൻഡസ്ട്രൈൻ നമ്മൾ കട്ട് ഓപ്പൺ, ഇൻഡസ്ട്രൈൻ ഏതെങ്കിലും ഇപ്പൊ ഡുവോഡിനൽ ജെജിനൽ ജംഗ്ഷൻ കട്ട് ചെയ്തു. ദെൻ ആ പാർട്ടിൽ നമ്മൾ ജസ്റ്റ് ഒരു സ്ലൈഡ് ടച്ച് ചെയ്യും. കട്ട് ചെയ്ത പാർട്ടിൽ അവിടുത്തെ ബ്ലീഡിങ് എല്ലാം കളഞ്ഞിട്ട് ഒരു സ്ലൈഡിലേക്ക് ടച്ച് ചെയ്തിട്ട് ആ സ്ലൈഡ് എക്സാമിൻ ചെയ്താൽ അവിടെ ക്യാൻസർ സെൽസിനെ കാണാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ഓർഗൻ ആണെങ്കിൽ ആ ഓർഗനെ ടച്ച് ചെയ്യാം, സ്ലൈഡിലേക്ക് ടച്ച് ചെയ്യാം. അങ്ങനെയുള്ളവർക്ക് ഇംപ്രഷൻ സ്മിയേഴ്സ് എടുക്കാൻ പറ്റും. അപ്പോൾ അതൊരു ഇൻവേസീവ് പ്രൊസീജിയർ ആണ്, പക്ഷെ ഒരു സർജിക്കലിന്റെ ആവശ്യം വരുന്നില്ല. അതായത് ഏത് ഓർഗനാണോ അതിനോടൊന്ന് ടച്ച് ചെയ്യുക. അപ്പൊ അതിനകത്തുള്ള ടിഷ്യൂസ്, സെൽസ്, മേ ബി ക്യാൻസറസ് ആയിട്ടുള്ള ഒരു മാലിഗ്നന്റ് ടിഷ്യൂസ് നമുക്ക് എന്നിട്ട് ഈ സ്മിയറിൽ ഒബ്സർവ് ചെയ്യാൻ പറ്റും. അവിടെ അങ്ങനെ ഒരു നിയോപ്ലാസ്റ്റിക് ചേഞ്ചസ് ഉണ്ട് എന്ന് നമുക്ക് ഒബ്സർവ് ചെയ്യാം. ദെൻ ഫ്രോസൻ സെക്ഷൻ. ഫ്രോസൻ സെക്ഷൻസ് ചെയ്യുന്നത് ഓൺ ടേബിൾ ഡയഗ്നോസിസ് ഓഫ് മാലിഗ്നൻസിയിലൊക്കെയാണ്. അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട് റിസൾട്ട് വേണം. ഒരു പേഷ്യന്റ് അവിടെ ഓൺ ടേബിളിലാണ്, ഓൺ സർജറി ടേബിളിലായിരിക്കും, ബോഡി കട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അവിടുന്ന് എന്തെങ്കിലും ഒരു അവർക്കൊരു മാലിഗ്നന്റ് ആയിട്ട് തോന്നുന്ന ഭാഗം കട്ട് ചെയ്തെടുത്തിട്ട് അവരതിന്റെ ഇതിൽ പെട്ടെന്ന് ലാബിലേക്ക് അയക്കും. അപ്പൊ അതിൽ ഫിക്സേറ്റീവിലൂടെ നോർമൽ ടിഷ്യൂ പ്രോസസിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യില്ല. ടിഷ്യൂവിന് വേഗം ഫ്രോസൺ ചെയ്ത് അതിനകത്തുള്ള വാട്ടറിനെ അതിനകത്തൊരു ഫ്രോസൺ ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടി ബലം വെക്കും, ഫേം ആവും. അതിനെ വെച്ച് കട്ട് ചെയ്ത് വേഗം റാപ്പിഡ് HNT സ്റ്റെയിനിങ് ചെയ്യും. എന്നിട്ട് നമ്മൾ മൈക്രോസ്കോപ്പിൽ ഒബ്സർവ് ചെയ്ത് റിസൾട്ട് കൊടുക്കുന്നവരെ ഈ പേഷ്യന്റ് ആ ടേബിൾ, OT ടേബിളിൽ തന്നെയായിരിക്കും അവരുടെ ബോഡി ഓപ്പൺ ചെയ്ത് കിടക്കുന്നതായിരിക്കും. കാരണം ആ കട്ട് ചെയ്ത എഡ്ജ്, നമ്മുടെ ഏത് ഭാഗമാണോ കട്ട് ചെയ്ത് മാറ്റിയത് അതിനപ്പുറത്തു കൂടി ക്യാൻസർ സെൽസ് ഉണ്ടെങ്കിൽ മാക്സിമം ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കാതിരിക്കാനാണ് നമ്മുടെ ബോഡിയിൽ നമ്മൾ ശ്രമിക്കുക. കാരണം ഇൻഡസ്ട്രീനൊക്കെ ഒരുപാട് ഭാഗത്ത് കട്ട് ചെയ്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഡൈജഷൻ ഇഷ്യൂസ്, അബ്സോർപ്ഷൻ ഇഷ്യൂസ് ഇങ്ങനെ എല്ലാം ഉണ്ടാവും. കാരണം ഇവിടുത്തെ എല്ലാ പാർട്ടിൽ നിന്നും കൂടിയുള്ള അബ്സോർപ്ഷനാണ് ഒരു നോർമൽ ബോഡിക്ക് വേണ്ടത്. അതുകൊണ്ടാണ് അത്രയും ലെങ്ത്തിൽ നമ്മുടെ ഇൻഡസ്ട്രീനെല്ലാം കിടക്കുന്നത്. അപ്പൊ അത് കട്ട് ചെയ്ത് മാറ്റിയ എഡ്ജിന്റെ, അതായത് കട്ട് ചെയ്ത് മാറ്റിയ എഡ്ജ് അല്ല, അതായത് നമ്മുടെ ബോഡിയിൽ ബാലൻസ് നിൽക്കുന്ന എഡ്ജിന്റെ അല്ലെങ്കിൽ ഈ കട്ട് ചെയ്ത് മാറ്റിയ എഡ്ജിന്റെ ആ എഡ്ജിൽ നിന്നാണ് നമ്മൾ നോക്കുക. ഈ കട്ട് ചെയ്ത് മാറ്റിയ എഡ്ജിൽ നമുക്ക് വേണമെങ്കിൽ ഇംപ്രഷൻ സ്മിയേഴ്സ് എടുക്കാം, അവിടെ ക്യാൻസർ സെൽസ് ഉണ്ടോ എന്ന് അറിയാൻ. അല്ലെങ്കിൽ ഈ ടിഷ്യൂ കട്ട് ചെയ്ത് മാറ്റിയപ്പോൾ ഒരു 10 സെന്റിമീറ്റർ കട്ട് ചെയ്ത് മാറ്റി, ഈ 10 സെന്റിമീറ്റർ ലാബിലേക്ക് കൊടുത്തു വിടുമ്പോൾ അവരെന്താ ചോദിച്ചാൽ ഇതിന്റെ എഡ്ജിൽ നിന്നാണ് ബിറ്റ് എടുക്കുക. എഡ്ജിൽ നിന്ന് ബിറ്റ് എടുത്തിട്ട് അവിടെ ക്യാൻസർ സെൽസ് ഉണ്ടെങ്കിൽ ഇവർ കട്ട് ചെയ്ത് മാറ്റിയത് പോരാ, ഇനിയും കട്ട് ചെയ്ത് മാറ്റണം, ഇനി കുറച്ചുകൂടി കട്ട് ചെയ്ത് മാറ്റണം എന്നുള്ളൊരു ഇതാണ്. അവിടെ ആ എഡ്ജസിൽ ക്യാൻസർ സെൽസ് ഉണ്ടെങ്കിൽ അത് ഇനി സ്പ്രെഡ് ആവും. അപ്പൊ പിന്നെ ഓൾറെഡി ഇതെല്ലാം സ്യൂച്ചർ ചെയ്ത് ബോഡിയെല്ലാം സ്യൂച്ചർ ചെയ്ത് കഴിഞ്ഞിട്ട് പേഷ്യന്റ് പിന്നെ റിസൾട്ട് വരികയാണ് ആ എഡ്ജിൽ ക്യാൻസർ സെൽസ് ഉണ്ട്, അവിടെ ഒരു മാലിഗ്നന്റ് നിയോപ്ലാസ്റ്റിക് ചേഞ്ചസ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതേ സൈറ്റിൽ കട്ട് ഓപ്പൺ ചെയ്ത്, കാരണം ഇവര് കട്ട് ചെയ്യുന്ന സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഡിവോർഡ് ഓഫ് നെർവ്സ് വേണം, വെയിൻസ് വേണം. ഫ്യൂച്ചർ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ വേറെ ഇഷ്യൂസ് ഒന്നും, മസിൽ കട്ട് മാക്സിമം കുറയ്ക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് അവർ കട്ട് ചെയ്യുക. അപ്പൊ അതേ സൈറ്റിൽ പിന്നെ കട്ട് ചെയ്യാൻ റിസ്ക് ആണ്. പിന്നെ ഒരു പേഷ്യന്റ് ഈ റിക്കവർ ആയിട്ട് 1 മാസം 1.5 മാസം കഴിഞ്ഞ് പിന്നെയും കട്ട് ചെയ്യുമ്പോഴേക്കും ആ ഗ്രോത്ത് പിന്നെയും വരും. അപ്പൊ അങ്ങനെയുള്ള കാര്യത്തിലൊക്കെയാണ് നമ്മൾ ഫ്രോസൺ സെക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുപോലെ ഇമ്മ്യൂണോസൈറ്റോകെമിസ്ട്രി, ഇമ്മ്യൂണോഹിസ്റ്റോകെമിസ്ട്രി, ആന്റിജൻ ആന്റിബോഡി അതൊക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ നമുക്ക് ഫ്രോസൺ സെക്ഷൻസ് യൂസ് ചെയ്യാം. ഇനി റൊട്ടീൻ എക്സാമിനേഷന്റെ ഹാൻഡ്ലിംഗ് ഓഫ് സ്പെസിമെൻ. Handling of specimen, biopsy should be handled carefully to prevent crush injury. Crush injury prevent ചെയ്യണം. നമ്മുടെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഒരു ഡാമേജും വരാൻ പാടില്ല. കൂടുതൽ ഡാമേജ് വന്നാൽ അതിനെന്ത് ചേഞ്ചസ് വേണം വരാം. അപ്പൊ ക്രഷ് ഇഞ്ചുറി പ്രിവെന്റ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫിക്സേറ്റീവ് സൊല്യൂഷൻ ഇടും.
അപ്പൊ ഫിക്സേറ്റീവ് എന്താ ഡെഫിനേഷൻ എല്ലാം നമുക്ക് പറയാം. ഈ കാര്യം ഓർത്ത് വെക്കുക, ഇത് പല PSC എക്സാംസിനും ചോദിച്ചിട്ടുള്ളതാണ്. ഫിക്സേറ്റീവ് വോളിയം ഓഫ് ഫിക്സേറ്റീവ് ടു ദ ടിഷ്യൂ 15 to 20 ടൈംസ്, 15 മുതൽ 20 ഇരട്ടി വോള്യത്തിൽ വേണം ഫിക്സേറ്റീവ് എടുക്കാൻ. ഫിക്സേറ്റീവ് ടു ദ ടിഷ്യൂ ഇൻ എ വൈഡ് മൗത്ത് കണ്ടെയ്നർ വെൽ ഫിറ്റിംഗ് ക്യാപ്പ്. എന്തിനാ വൈഡ് മൗത്ത് കണ്ടെയ്നർ എടുക്കുന്നത്? വൈഡ് മൗത്ത് കണ്ടെയ്നർ ആണെങ്കിൽ ടിഷ്യൂവിന് ഇഞ്ചുറി കൂടാതെ സ്മൂത്ത് ആയിട്ട് അതിനകത്തേക്ക് ഇടാനും പറ്റും. അതേപോലെ ഫോർ ഗ്രോസിങ്ങിന് എടുക്കുന്ന സമയത്ത് നമുക്ക് സ്മൂത്ത് ആയിട്ട് അതിനെ നിന്ന് എടുക്കാം. അല്ലാതെ കുത്തി കയറ്റി അതിനകത്ത് കഴിഞ്ഞ് പിടിച്ച് വലിച്ചെടുക്കുമ്പോഴെല്ലാം അതിന് ഇഞ്ചുറി വരും. ആ ഇഞ്ചുറി പ്രിവെന്റ് ചെയ്യണം എന്നാണ് നമ്മൾ പറയുന്നത് ക്രഷ് ഇഞ്ചുറി. അപ്പോൾ വൈഡ് മൗത്ത് കണ്ടെയ്നർ തന്നെ ആയിരിക്കണം. സാധാരണ നിങ്ങൾ ബയോപ്സി എല്ലാം കണ്ടിട്ടുണ്ടാവും, ബക്കറ്റുകളിലൊക്കെയാണ്. എന്താണോ നമ്മുടെ ബയോപ്സി സാമ്പിള് അതിന്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് നമ്മൾ അതിന്റെ കണ്ടെയ്നർ ഡിസൈഡ് ചെയ്യാം. അപ്പോൾ യൂട്രസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ചെറിയൊരു ബക്കറ്റിലാണ് കൊടുക്കുക. ഇനി ഫൈബ്രോയിഡ് ആണ് നല്ല വലുപ്പം ഉണ്ടെങ്കിൽ അതിന്റെ 15 to 20 ടൈംസ് വോള്യത്തിൽ നമുക്ക് ഈ ഫിക്സേറ്റീവ് വേണം. സോ അത്രയും വൈഡ് മൗത്ത് കണ്ടെയ്നർ വിത്ത് വെൽ ഫിറ്റിംഗ് ക്യാപ്പ്. വെൽ ഫിറ്റിംഗ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ട്രാൻസ്പോർട്ടേഷൻ സമയത്ത് അതിന് ലീക്കായിട്ട് ഈ റേഷ്യോ ചേഞ്ച് ആവാൻ പാടില്ല. അതിൽ ഇമേഴ്സ് ആയി കിടക്കണം. ഈ 15 to 20 ടൈംസ് വോളിയം എന്ന് പറയുമ്പോൾ ഇത് ടിഷ്യൂ അല്ലെങ്കിൽ ആ ഒരു ഓർഗൻ ഇതിനകത്ത് ഇമേഴ്സ് ആയി കിടക്കും. പേഷ്യന്റ് നെയിം, ഏജ്, സെക്സ്, നേച്ചർ ഓഫ് സ്പെസിമെൻ, ഡേറ്റ് ഓഫ് ബയോപ്സി ഷുഡ് ബി ലേബിൾഡ് ഓൺ ദ കണ്ടെയ്നർ. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം അതിൽ ലേബൽ ചെയ്തിരിക്കണം. ലാർജ് സ്പെസിമെൻ, ഇപ്പൊ ഒരു ഹോൾ യൂട്രസ് ഒക്കെ ആണെങ്കിൽ അതിനെ 2 or 3 കഷ്ണങ്ങളായിട്ട് ഓട്ടിക്കകത്തുനിന്ന് തന്നെ കട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. കട്ട് ചെയ്തിട്ടാണ് ഈ ഫിക്സേറ്റീവ്സിനകത്ത് ഇടുന്നത്. കാരണം പ്രോപ്പർ പെനിട്രേഷന് വേണ്ടി. പ്രോപ്പർ പെനിട്രേഷൻ നടന്നാലാണ് നല്ല രീതിയിൽ നല്ല ഗുഡ് ഫിക്സേഷൻ അവിടെ നടക്കും. അങ്ങനെ നടന്നാൽ മാത്രമാണ് നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടും. അല്ലെങ്കിൽ പെരിഫറൽ അങ്ങനെ കട്ട് ചെയ്യാതെ ഒരു യൂട്രസ് കട്ട് ചെയ്യാതെ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ പെരിഫറൽ ടിഷ്യൂസ് എല്ലാം അതിനകത്ത് കറക്റ്റായിട്ട് ഫിക്സേഷൻ നടക്കും. പെരിഫറിയിലുള്ള ചിലപ്പോൾ 1 or 2 അല്ലെങ്കിൽ 3 സെന്റിമീറ്ററിലേക്ക് ഉള്ളിലേക്ക് PLC ഇത് കയറിയിട്ടില്ലെങ്കിൽ ഇന്റേണൽ സ്ട്രക്ചേഴ്സ്, അപ്പൊ എൻഡോമെട്രിയം കാര്യങ്ങൾ അതിന്റെ കാര്യങ്ങളെല്ലാം നോക്കേണ്ട സമയത്ത് നമുക്ക് ഭയങ്കര അത് ഫിക്സേഷൻ നടക്കില്ല. അപ്പോഴേക്കും അവിടെയുള്ള പോസ്റ്റ്മോർട്ടം ചേഞ്ചസ് എല്ലാം നടന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ ടിഷ്യൂ നോർമൽ സൈസിലായിരിക്കില്ല. അപ്പൊ നമ്മുടെ റിസൾട്ട് മൊത്തം തെറ്റും. അപ്പൊ അതുകൊണ്ട് ലാർജ് ഓർഗൻസ് ആണെങ്കിൽ കട്ട് ഇൻ ടു സ്മോൾ പീസസ്. കട്ട് ചെയ്തുകൊണ്ട് യാതൊരു ഡാമേജും വരാൻ പറ്റില്ല. ഓൾറെഡി നമ്മുടെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്തു. പിന്നെ അതിന് ഫിക്സേഷൻ പ്രോപ്പറായി നടക്കുകയാണ് നമുക്ക് വേണ്ടത്. അത് കട്ട് ചെയ്താൽ അവർ കഷ്ണമാക്കി മാറ്റിയിടില്ല. ജസ്റ്റ് ഇങ്ങനെ നമ്മള് മീൻ വറക്കുമ്പോൾ അതിലിങ്ങനെ വരയ്ക്കില്ല. ആ വരയ്ക്കുന്ന പോലെ വരച്ചിട്ട് ഇതിനെ പീസുകളാക്കി സ്പ്രെഡ് ആക്കി പറ്റുന്ന രീതിയിൽ വെക്കും. എന്നിട്ട് ഫിക്സേറ്റീവ് ഇതിനകത്തോട് കയറി ഫിക്സ് ആക്കും. ഒരിക്കലും ഓർഗന് 2 കഷ്ണമാക്കിയിടില്ല. അല്ലെങ്കിൽ കഷ്ണമാക്കി ഇട്ടാൽ പോലും ഗ്രോസിങ് സമയത്ത് പത്തോളൈസിന് ഇഷ്യൂ ഇല്ല. അത് ചേർത്ത് വെക്കും. ചേർത്ത് വെച്ചിട്ടാണ് അതിന്റെ ഹോൾ മെഷർമെന്റ്, ഇത്ര സെന്റിമീറ്റർ തിക്നെസ്, ഇത്ര സെന്റിമീറ്റർ ലെങ്ത്, ബ്രെഡ്ത്ത്, തിക്നെസ് അല്ലെങ്കിൽ ഡയമീറ്റർ ഇത്ര. അവർ കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്ത് ഡയമീറ്റർ ഇത്ര എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് അവർ ചെയ്യുക. ഓക്കെ, അപ്പോ ഇനി ഫിക്സേഷൻ. എന്താണ് ഫിക്സേഷൻ എന്നത്? ദ സബ്സ്റ്റൻസ് വിച്ച് പ്രിവെന്റ് പോസ്റ്റ്മോർട്ടം ചേഞ്ചസ്. The substance which prevents postmortem changes and preserve the morphological anatomy and chemical characteristics of the tissue is as lifelike manner by preventing autolysis and putrefaction. അപ്പോൾ പോസ്റ്റ്മോർട്ടം ചേഞ്ചസ് നമ്മുടെ ബോഡിയിൽ നിന്ന് എന്ത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും അത് കേടുവരുന്നുണ്ട്. നമുക്ക് ജീവൻ പോയാലും ആ സെൽസ് എല്ലാം ഡെത്തായി തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് പോസ്റ്റ്മോർട്ടം ചേഞ്ചസ് വരും. പ്രിസർവ് ദ മോർഫോളജിക്കൽ അനാട്ടമി. ടിഷ്യൂന്, അതായത് നമ്മുടെ ഹ്യൂമൻ ബോഡിയുടെ അനാട്ടമി പോലെ തന്നെ ഓരോ സെല്ലിന്റെ അനാട്ടമി പ്രിസർവ് ആകുമ്പോഴാണ് നമ്മുടെ ഹ്യൂമൻ ബോഡി അനാട്ടമി അതുപോലെ നിൽക്കുന്നത്. അപ്പൊ മോർഫോളജിക്കൽ അനാട്ടമി ഷുഡ് ബി പ്രിസർവ് ആൻഡ് ദ കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഇപ്പൊ നമുക്ക് കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്, ഇപ്പൊ ഒരു ഫാറ്റ്, നമുക്കൊരു സെബേഷ്യസ് സിസ്റ്റ് വരികയാണ്, അല്ലെങ്കിൽ നമുക്കൊരു എന്തെങ്കിലും ഒരു ഭയങ്കര ഫാറ്റ് ഡെപ്പോസിഷൻ ഉള്ള ഒരു പാർട്ട് വരും. ഇപ്പോൾ സപ്പോസ് മാമറി ഗ്ലാൻഡ് വരികയാണ്, ഫാറ്റ് ഡെപ്പോസിഷൻ, അങ്ങനെയുള്ള കേസ് എല്ലാം വരുമ്പോൾ ആ ഫാറ്റിനെ പ്രിസർവ് ചെയ്യണം. ഇനി ഗ്ലൈക്കോജൻ ഡെപ്പോസിഷൻ നമ്മൾ PA സ്റ്റെയിൻ ആണ് ചെയ്യുന്നത്. അപ്പൊ ഗ്ലൈക്കോജൻ ഉണ്ടെങ്കിൽ ഗ്ലൈക്കോജൻ അവിടെ പ്രിസർവ്ഡ് ആവണം. അല്ലെങ്കിൽ അങ്ങനെ ടിഷ്യൂവിനകത്ത് എന്താണോ കോമ്പൗണ്ട് അത് നോർമലി കെമിക്കൽ കോൺസിസ്റ്റൻസ് പ്രിസർവ്ഡ് ആയിട്ടിരിക്കണം.
അപ്പൊ അതിന് എന്ത് ചെയ്യണം ചോദിച്ചാൽ ബൈ പ്രിവെന്റിങ് ഓട്ടോലൈസിസ് ആൻഡ് പ്യൂട്രിഫാക്ഷൻ. ഓട്ടോലൈസിസ് ആൻഡ് പ്യൂട്രിഫാക്ഷൻ ഇത് ഫിക്സേഷന്റെ ഒരു ഇതാണ്. കാര്യം മനസ്സിലാക്കി വെച്ചാൽ മതി. പോസ്റ്റ്മോർട്ടം ചേഞ്ചസ് ആൻഡ് പ്രിസർവ് ദ മോർഫോളജിക്കൽ അനാട്ടമി ആൻഡ് കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഇങ്ങനെ ഒരു ഫിക്സേഷൻ ഒരു ഡെഫിനേഷൻ നമുക്ക് പറയാം. ഇനി വേറൊരു ഡെഫിനേഷൻ കൂടി നമുക്ക് പറയാം. ഈ ഡെഫിനേഷൻ മൈക്രോസ്കോപ്പിക് ആൻഡ് മാക്രോസ്കോപ്പിക്. അപ്പൊ മാക്രോസ്കോപ്പി അതിന്റെ ഷേപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രോസ് അനാട്ടമിയിൽ ഒരു മാറ്റം വരാൻ പാടില്ല. മാക്രോസ്കോപ്പിക് ആസ് വെൽ ആസ് മൈക്രോസ്കോപ്പിക്. അനാട്ടമി ഈസ് പ്രിസർവ്ഡ് ആസ് ലൈഫ് ലൈക്ക് മാനർ. നമ്മുടെ ബോഡിയിലാവുമ്പോൾ എങ്ങനെയാണോ അതേപോലെ പ്രിസർവ് ചെയ്താലാണ് പ്രോപ്പർ ഫിക്സേഷൻ എന്ന് പറയുള്ളൂ. ബൈ പ്രിവെന്റിങ് ഓട്ടോളിസിസ് ആൻഡ് പ്യൂട്രിഫാക്ഷൻ. ഓട്ടോളിസിസ് ആൻഡ് പ്യൂട്രിഫാക്ഷൻ. ഇറ്റ് ഷുഡ് ബി ഐസോട്ടോണിക് സൊല്യൂഷൻ. ഈ ഫിക്സേറ്റീവ്, ഇതിനകത്തുള്ള ഈ ഫിക്സേറ്റീവ് എന്ന് പറയുന്നത് ഒരു ഐസോട്ടോണിക് സൊല്യൂഷൻ ആയിരിക്കണം. അങ്ങനെ ഐസോട്ടോണിസിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് ടിഷ്യൂവിനുള്ള ഷ്രിങ്കേജും സ്വെല്ലിങ്ങും, അതായത് സെല്ല് ഷ്രിങ്കോ സ്വെല്ലോ ആയിക്കഴിഞ്ഞാൽ അത് ഇൻടേൺ ടിഷ്യൂവിനെ ബാധിക്കും. ആ ടിഷ്യൂവിനെ അത് ബാധിച്ചാൽ അത് ഇൻടേൺ ആ ഓർഗന്റെ സ്ട്രക്ചറിനെ ബാധിക്കും. കാരണം ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റായ സെല്ലിൽ എന്ത് വരുന്നു അത് ആ ഗ്രൂപ്പ് ഓഫ് സെൽസിനെ ബാധിച്ച് ടിഷ്യൂവിനെ ആ ചേഞ്ച് കാണിക്കും. അതന്നെ ഓർഗനിൽ കാണിക്കും. സോ ഇറ്റ് ഷുഡ് ബി ഐസോട്ടോണിക് ടു പ്രിവെന്റ് ഓട്ടോളിസിസ് ആൻഡ് പ്യൂട്രിഫാക്ഷൻ. Then type of fixating. ഏതൊക്കെ ടൈപ്പ് ഫിക്സേറ്റീവ് അല്ല ഫിക്സേഷൻ ഉണ്ടെന്നാണ്. ഇമേഴ്ഷൻ ഫിക്സേഷൻ നമ്മളിപ്പോ പറഞ്ഞ ഫോർമലിൽ ഇടുന്ന 15 to 20 ടൈംസ് വോള്യത്തിൽ ഇടുന്ന ഫോർമലിൽ ഇട്ട് കൊണ്ടുവരുന്ന എന്നിട്ട് നമ്മൾ ഹിസ്റ്റോപത്തോളജിക്കൽ എക്സാമിനേഷൻ ചെയ്യുന്നതാണ് ഇമേഴ്ഷൻ ഫിക്സേഷൻ. അതിൽ ഇമേഴ്സ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത ഒന്നുണ്ട് പെർഫ്യൂഷൻ ഫിക്സേഷൻ. പെർഫ്യൂഷൻ ഫിക്സേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫ്യൂസ് ചെയ്യും. നമ്മുടെ കെഡാവറിലൊക്കെ ഡെഡ് ബോഡീസിൽ ചെയ്യുന്നതാണ്. നമ്മൾ മ്യൂസിയം മൗണ്ടിങ്ങിനൊക്കെ ഡെഡ് ബോഡീസ് അല്ലെങ്കിൽ സ്റ്റുഡൻസിന് സ്റ്റഡി പർപ്പസിനുള്ള അതിലൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മെയിൻ ആർട്ടറി കട്ട് ചെയ്യും, 2 എൻഡിൽ കട്ട് ചെയ്യും. എന്നിട്ട് ഒരു എൻഡിലൂടെ ആദ്യം സലൈൻ വെച്ച് നന്നായി ഫ്ലഷ് ചെയ്യും. സലൈൻ വെച്ച് ഫ്ലഷ് ചെയ്യുമ്പോൾ അതിലത്തെ ബ്ലഡ് മൊത്തം വാഷ് ഔട്ടായി മറ്റേ എൻഡിലൂടെ വെയിൻ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വെയിനിലൂടെ എക്സിറ്റ് ചെയ്ത് പോകും. അതിനുശേഷം ആ മറ്റേ എൻഡ് ഡിജിറ്റൽ എൻഡ് ഇത് ക്ലോസ് ചെയ്യും. സ്യൂച്ചർ ചെയ്തിട്ടതിന് ശേഷം ഹൈ പ്രഷറിൽ അറൌണ്ട് 125 mmHg ഈ പറയുന്ന ഫോർമലിനോ അല്ലെങ്കിൽ ഏത് ഫിക്സേറ്റീവ് ആണ് ആ ഫിക്സേറ്റീവ് നല്ല ഹൈ പ്രഷറിൽ 125 mmHg നമ്മുടെ വെയിനിലൂടെ കയറ്റി വിടും. അപ്പൊ അത് എല്ലാ വെയിനിലൂടെ അല്ല ആർട്ടറിയിലൂടെ വരും. ആർട്ടീരിയോളസ് എത്തും, കാപ്പിലറീസ് എത്തും. എല്ലാ സെൽസും എല്ലാ ടിഷ്യൂസും ബേസിക്കലി എല്ലാ സെൽസിനകത്തേക്കും ഇത് പെർഫ്യൂസ് ആവും. പെർഫ്യൂസ് ആയിട്ട് ഇരിക്കും. അങ്ങനെ പെർഫ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെയാണ്. എന്നിട്ടാണ് ഈ പറയുന്ന വലിയ വലിയ ടാങ്കുകൾക്കുള്ളിൽ ഡെഡ് ബോഡീസ് പ്രിസർവ് ചെയ്തിട്ട് വയ്ക്കുന്നത്. അല്ല നോർമലി വെറുതെ ഡെഡ് ബോഡി കൊണ്ട് അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ അത് പ്രിസർവ്ഡ് ആവില്ല. അപ്പൊ ഇതിന് ശേഷം ഹോൾ ബോഡി അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പാർട്ടായിരിക്കും, ഒരു കൈയായിരിക്കും, ഒരു കാലായിരിക്കാം, സ്റ്റുഡൻസിന് സ്റ്റഡി പർപ്പസിന് അതിലിട്ട് വയ്ക്കുന്നത്. ദെൻ വേപ്പർ ഫിക്സേഷൻ. വേപ്പർ യൂസ് ചെയ്യാം. അതായത് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാസ് ഫോം ചെയ്യുന്ന എല്ലാ ഫിക്സേറ്റീവ്സിനെയും നമുക്ക് വേപ്പർ ഫിക്സേഷനിൽ യൂസ് ചെയ്യാം. ഇറ്റ്സ് മെയിൻലി യൂസ് ഫോർ സൈറ്റോളജി. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് കോട്ടിംഗ് ഓർ സ്പ്രേ ഫിക്സേഷൻ. കോട്ടിംഗ് ഓർ സ്പ്രേ ഫിക്സേഷൻ അവിടെ എന്തിനാ യൂസ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ലൈഡ് എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യണം സ്ലൈഡ് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് സ്പ്രേ ചെയ്യാം. ഒരു 10 to 12 ഇഞ്ച് ഡിസ്റ്റൻസിന്, അതായത് 25 മുതൽ 30 സെന്റിമീറ്റർ ദൂരെന്ന് അതിലേക്ക് സ്പ്രേ ചെയ്യാം നമ്മുടെ ഫിക്സേറ്റീവ്. എന്നിട്ട് ആ ടിഷ്യൂ ആ സ്ലൈഡിന് മേലെ, സൈറ്റോളജിക്കൽ സ്ലൈഡ് ആണെങ്കിൽ അതിന് മേലെ ഒരു ലെയർ, ഒരു കോട്ടായിട്ട് ഇരിക്കും. അത് അങ്ങനെ പ്രിസർവ് ചെയ്യും. അതാണ് കോട്ടിംഗ് ഫിക്സേറ്റീവ്. ഫൈനൽ വൺ, മൈക്രോവേവ് ഫിക്സേഷൻ. ഇറ്റ് ഈസ് എ ഫിസിക്കൽ മെത്തേഡ്. ബാക്കിയെല്ലാം ഈ മെത്തേഡിലെല്ലാം നമ്മൾ കെമിക്കൽ മെത്തേഡ് ഓഫ് ഫിക്സേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഫിസിക്കൽ മെത്തേഡ് ഓഫ് ഫിക്സേഷൻ എന്ന് പറഞ്ഞിട്ട് ഹീറ്റ് ചെയ്തിട്ട് മൈക്രോവേവ്സിന് വെച്ചിട്ട് ഹീറ്റ് ചെയ്യുക, കൺട്രോൾഡ് ഹീറ്റിംഗ്. 45 അല്ലെങ്കിൽ 65 ഡിഗ്രി, മാക്സിമം 65 ഒക്കെ വരും. അത്ര ഡിഗ്രിയിൽ മൈക്രോവേവ്സ് കടത്തിവിട്ട് ഈ ടിഷ്യൂസിനെ പ്രിസർവ് ചെയ്യുന്നതാണ് മൈക്രോവേവ് ഫിക്സേഷൻ. ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് ഫിസിക്കൽ മെത്തേഡ് ഓഫ് ഫിക്സേഷൻ. Then autolysis. Auto means self. Lysis means breakdown ആയിട്ട് പോലെ, സെൽഫ് ഡിസ്ട്രക്ഷൻ.
ലൈസിസ് ഓർ ഡിസോൾവിംഗ് ഓഫ് ടിഷ്യൂ ബൈ എൻസൈമാറ്റിക് ആക്ഷൻ. നമ്മുടെ ബോഡിയിലും തന്നെയുണ്ട്, അങ്ങനെ നമ്മുടെ ബോഡി ഇന്ത്യയിൽ തന്നെ അങ്ങനെ ഒരു മെക്കാനിസം ഉണ്ട്. നമ്മൾ ഡെത്ത് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഓരോ ടിഷ്യൂസും അല്ലെങ്കിൽ ഓരോ സെൽസും അതിനകത്ത് എൻസൈം ആക്ഷൻ ലൈസോസൈം വെച്ചിട്ട് ലൈസ് ചെയ്തിട്ട് അത് ഡിസ്ട്രക്ട് ആയി പോകും. അതേപോലെ നമ്മൾ ഡെത്ത് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ നിന്ന് ബോഡി ടെമ്പറേച്ചർ കുറയുമ്പോൾ അതുവരെ കൊമൻസാൽസ് ആയിട്ടുള്ള ക്ലോസ്ട്രീഡിയം ഇൻഡസ്റ്റൈൻ എന്നെല്ലാം നമ്മുടെ ബ്ലഡ് സർക്കുലേഷനിലേക്ക് കയറി നമ്മുടെ ബോഡിയെ ഡീകമ്പോസ് ചെയ്ത് തുടങ്ങും. അപ്പോൾ നമ്മുടെ ബോഡിയിൽ നിന്ന് ഒരു പാർട്ട് റിമൂവ് ചെയ്ത് അവിടേക്ക് ബ്ലഡ് സപ്ലൈ ഇല്ല, ഓക്സിജൻ ഇല്ല, അങ്ങനെയുള്ള സംഭവം വന്നു കഴിഞ്ഞാൽ അവിടെ ഇതേ ഡിസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യും, സെൽഫ് ഡിസ്ട്രക്ഷൻ. അത് എൻസൈമാറ്റിക് ആക്ഷൻ ആണ്. പക്ഷെ അത് പ്രിവെന്റ് ചെയ്യണം. നമുക്ക് എക്സാമിനേഷൻ ചെയ്യണമെങ്കിൽ അത് പ്രിവെന്റ് ചെയ്യണം. സോ ഫിക്സേറ്റീവ് ഷുഡ് പ്രിവെന്റ് ഓട്ടോളിസിസ്. ആൻഡ് നെക്സ്റ്റ് ഈസ് പ്യൂട്രിഫാക്ഷൻ. ഇതെല്ലാം ഈ രണ്ട് ക്വസ്റ്റിനെ കുറിച്ചും അതേപോലെ വോളിയം ഓഫ് ഫിക്സേറ്റീവ് എല്ലാം DME DHS ലാബ് ടെക്നീഷ്യൻ എക്സാംസിന് റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ബ്രേക്ക് ഡൗൺ ബൈ ബാക്ടീരിയൽ ആക്ഷൻ. പ്യൂട്രിഫാക്ഷൻ ഈസ് ബ്രേക്ക് ഡൗൺ ബൈ ബാക്ടീരിയൽ ആക്ഷൻ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബോഡിയിൽ ടെമ്പറേച്ചർ കുറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ്ട്രീഡിയം നമ്മുടെ ഇൻഡസ്റ്റൈനിൽ പെരിഫറൽ ബ്ലഡിൽ കയറി ബോഡിയിലെല്ലാം സർക്കുലേറ്റ് ചെയ്ത് എത്തി അവിടെ വെച്ചിട്ട് ഡിസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. മരിച്ചു കഴിഞ്ഞാൽ ബ്ലഡ് ഫ്ലോ ഉണ്ടായിരിക്കില്ല, പക്ഷെ ബ്ലഡ് അത് ഇൻഡസ്റ്റൈനിൽ നേരിട്ട് ടിഷ്യൂലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് ഉള്ളിന്ന് മീൻസ് ഇൻഡസ്റ്റൈനൽ ഏരിയ എന്നാണ് ഡിസ്ട്രക്ഷൻ തുടങ്ങുന്നത്. അപ്പൊ ആ ഒരു ചേഞ്ച് കൊണ്ടാണ് വയറിൽ ഗ്യാസ് എന്ന് പറയുന്നത്. സോ അതാണ് പ്യൂട്രിഫാക്ഷൻ. ബ്രേക്ക് ഡൗൺ ബൈ ബാക്ടീരിയൽ ആക്ഷൻ ആണ് പ്യൂട്രിഫാക്ഷൻ. അപ്പൊ ഇതൊക്കെ പ്രിവെന്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഫിക്സേഷൻ. അപ്പൊ ഫിക്സേഷൻ എങ്ങനെ ഇഫക്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇറ്റ് ഇൻഹിബിറ്റ് ഓട്ടോളിസിസ് ആൻഡ് പ്യൂട്രിഫാക്ഷൻ. ഫിക്സേറ്റീവ്സ് ഓട്ടോളിസും പ്യൂട്രിഫാക്ഷൻ പ്രിവെന്റ് ചെയ്യുന്നു. പ്രിസർവ് സെൽ ആൻഡ് ടിഷ്യൂ കോൺസിസ്റ്റൻസ്. ടിഷ്യൂവിന്റെ സെല്ലിന്റെയും അതുവഴി ടിഷ്യൂവിന്റെയും കോൺസിസ്റ്റൻസിനെ എല്ലാം പ്രിസർവ് ചെയ്യുന്നു. ഹാർഡനിങ് ദ നാച്ചുറലി സോഫ്റ്റ് ടിഷ്യൂ. നോർമലി ഇപ്പൊ നമ്മള് വീട്ടിലേക്ക് ചിക്കൻ വാങ്ങിച്ചിട്ട് വരുമ്പോൾ നമ്മൾ കാണാറുള്ളതാണ് ആ ചിക്കൻ നോർമൽ കോഴിയുടെ ഇറച്ചി എങ്ങനെ ഉണ്ടാവുമെന്നും അത് നമ്മൾ വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് വരുന്ന മാറ്റം. അതേപോലെ നമ്മുടെ ഫ്ലഷ് ഒരു നോർമൽ ടിഷ്യൂ എങ്ങനെ ഉണ്ടാവുമെന്ന് കാണാനുള്ളത്. അതായത് OT-യിലൊക്കെ പോയിരുന്നവർക്കാണ് നോർമൽ നമ്മുടെ ഓർഗൻസ് എല്ലാം അതേപോലെയുള്ള ഇത്തിരി വലിയ ഓർഗൻസ് ആയിരിക്കും, കോഴിയുടെ പോലെ തന്നെ അങ്ങനെ ഇതായിരിക്കും. പക്ഷെ നമുക്കത് ഫിക്സേറ്റീവിലിട്ട് വരുമ്പോൾ അതിനൊരു ചേഞ്ച് വന്നിട്ടുണ്ടാവും. മൊത്തത്തിലൊരു ഹാർഡനിങ് വന്ന് അങ്ങനെയൊക്കെയുള്ള ഒരു നാച്ചുറലി സോഫ്റ്റ് ആയിരിക്കും, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂ ആയിരിക്കും, നല്ല ഇലാസ്റ്റിസിറ്റി ഉള്ള ടിഷ്യൂ ഹാർഡൻ ചെയ്യും. സോൾഡിഫിക്കേഷൻ അത് നടക്കുന്നത് എന്താ വെച്ചാൽ സോൾഡിഫിക്കേഷൻ ഓഫ് കൊളോയിഡൽ മെറ്റീരിയൽ. ടിഷ്യൂവിനകത്തുള്ള കൊളോയിഡ്സിന്റെ സോൾഡിഫിക്കേഷൻ കൊണ്ടാണ് ടിഷ്യൂ ഹാർഡൻ ചെയ്യുന്നത്. Then optical differentiation of tissue by changing refractive index of the tissue. അതായത് ടിഷ്യൂവിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചേഞ്ച് ചെയ്യും. So tissue will become optically differentiated. ഓക്കെ, അതാണ് ഫിക്സേറ്റീവിന്റെ റോളുകൾ. അതായത് ഇൻഹിബിറ്റ് ഓട്ടോളിസിസ് ആൻഡ് പ്യൂട്രിഫാക്ഷൻ, പ്രിസർവ് സെൽ ആൻഡ് ടിഷ്യൂ കോൺസിസ്റ്റന്റ്, ഹാർഡനിങ് ദ നാച്ചുറൽ സോഫ്റ്റ് ടിഷ്യൂ, solidification of colloidal material, optical differentiation by changing the refractive index of the tissue. ഇനി ഫിക്സേറ്റീവിനെ നമുക്ക് ബ്രോഡ്ലി ക്ലാസിഫൈ ചെയ്തിട്ടാണ്. ഈ ഫിക്സേറ്റീവ് നന്നായിട്ട് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ചിലപ്പോൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് ചോദിക്കുന്ന ഒരു എക്സാം ആണെങ്കിൽ ഓരോന്നിനും എക്സാമ്പിൾ വെച്ചിട്ട് അല്ലെങ്കിൽ ഓരോന്നിന്റെ ആക്ഷൻ എന്താണ്, അല്ലെങ്കിൽ ലിപ്പിഡ്സിന് പ്രിസർവ് ചെയ്യാൻ ഏതാണ്, ഗ്ലൈക്കോജൻ പ്രിസർവ് ചെയ്യാൻ ഏത് ഫിക്സേറ്റീവ് ഇതാണ് നല്ലത്, പ്രോട്ടീൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ ഏതാണ് നല്ലത്, ന്യൂക്ലിക് ആസിഡ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യണമെങ്കിൽ ഏത് ചെയ്യാം, ആന്റിജൻ ആന്റിബോഡി ഡെമോൺസ്ട്രേറ്റ് ചെയ്യണമെങ്കിൽ ഏത് ചെയ്യാം, അങ്ങനെയുള്ള ഇതിൽ ചോദിക്കാം. അപ്പൊ ഫസ്റ്റ് വൺ ആൽഡിഹൈഡ്. ആൽഡിഹൈഡ് എന്ന് പറയുമ്പോൾ ഫോർമാൽഡിഹൈഡ്, ഗ്ലൂട്രാൽഡിഹൈഡ്, അസെറ്റാൽഡിഹൈഡ്, ഗ്ലയോക്സാൽ. ഫോർമാൽഡിഹൈഡ്, ഗ്ലൂട്രാൽഡിഹൈഡ്, അസെറ്റാൽഡിഹൈഡ്. അസെറ്റാൽഡിഹൈഡിന്റെ മറ്റൊരു പേരാണ് അക്രോലിൻ. അപ്പൊ എക്സാമ്പിൾ ഫോർ ആൽഡിഹൈഡ് ഫിക്സേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മളോട് ചോദിക്കുകയാണ്. എന്നിട്ട് ഓസ്മിയം ടെട്രോക്സൈഡ്, അസെറ്റിക് ആസിഡ്, കാർബോഡിമൈഡ്, അക്രോലിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൽഡിഹൈഡ് എന്ന് വരുമ്പോൾ ഓൾറെഡി ഫോർമാൽഡിഹൈഡ്, ഗ്ലൂട്രാൽഡിഹൈഡ്, അസെറ്റാൽഡിഹൈഡ് എന്നൊക്കെ കണ്ടാൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും.
പക്ഷെ അസറ്റാൽഡിഹൈഡിന്റെ മറ്റൊരു പേര് അക്രോലിൻ എന്നുണ്ട്. അപ്പൊ അത് ഓർത്ത് വെക്കുക. പിന്നെ ഗ്ലയോക്സാൽ. ഇത്രയും. അപ്പൊ ഗ്ലയോക്സാൽ എന്നുള്ളത് ഒരു ആൽഡിഹൈഡ് ഫിക്സേറ്റീവ് ആണ്. ഇതിൽ ഫോർമാൽഡിഹൈഡ് നമ്മൾ കോമൺ ആയി യൂസ് ചെയ്യുന്നു. ഗ്ലൂട്രാൽഡിഹൈഡ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി പോലെയുള്ള പർപ്പസിന് യൂസ് ചെയ്യുന്നു. അതാണ് ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ ഓക്സിഡൈസിങ് ഏജന്റ്സ്. ഓക്സിഡൈസിങ് ഏജന്റിന് ഓസ്മിയം ടെട്രോക്സൈഡ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. ഓസ്മിയം ടെട്രോക്സൈഡ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. ഇത്രയും കോമ്പൗണ്ടുകൾ ഓക്സിഡൈസിങ് ഏജന്റ്സ് ആണ്. അവർ ഓക്സിഡൈസ് ചെയ്തിട്ടാണ് ടിഷ്യൂവിനെ പ്രിസർവ് ചെയ്യുന്നത്. ദെൻ പ്രോട്ടീൻ നാച്ചുറിങ് ഏജന്റ്. പ്രോട്ടീൻ ഡീനാച്ചുറിങ് ഏജന്റ് എക്സാമ്പിൾ ആണ് അസറ്റിക് ആസിഡ്, മെത്തനോൾ, എത്തനോൾ എല്ലാം. അപ്പൊ ആൽക്കഹോൾസ് എന്ന് വേണമെങ്കിൽ പറയാം. ആൽക്കഹോൾസ് ആർ പ്രോട്ടീൻ ഡീനാച്ചുറേറ്റിംഗ് ഏജന്റ്. ഈ ആൽക്കഹോൾ തന്നെ നമ്മൾ ഡിസിൻഫെക്ടന്റ് ആയി യൂസ് ചെയ്യുന്നതും ഇതേ പ്രോട്ടീൻ ഡീനാച്ചുറേറ്റിംഗ് ക്വാളിറ്റി കൊണ്ടാണ്. അസറ്റിക് ആസിഡ്, ഇതെല്ലാം പ്രോട്ടീൻ ഡീനാച്ചുറേറ്റിംഗ് ഏജന്റ്സ് ആണ്. Then cross-linking agent. Cross-linking agent. For example, carbodiamides and benzoquinone. Carbodiamides and benzoquinone. അപ്പോൾ cross-linking agents in example ആണ് carbodiamides, benzoquinone. Physical agent. Physical agent ഞാൻ പറഞ്ഞു. Physical method of fixation നമ്മൾ മൈക്രോവേവ് യൂസ് ചെയ്യുന്നുണ്ട്. ഒപ്പം ഹീറ്റും കൂടി അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. മൈക്രോവേവ്സ് യൂസ് ചെയ്തും ഹീറ്റ് ഒക്കെ ഫിസിക്കൽ ഏജന്റ് ആണ്. പക്ഷെ ഹീറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ പ്രോപ്പർ ഫിക്സേഷൻ നടക്കില്ല. പിന്നെ ഹീറ്റ് ടിഷ്യൂവിനെ ഡാമേജ് ഉണ്ടാക്കും. ഈ മൈക്രോവേവ്സ് ആണെങ്കിലും അതും ടിഷ്യൂവിനെ ഡാമേജ് ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ നമ്മളത് കോമൺ ആയിട്ട് ഈ ഫിസിക്കൽ മെത്തേഡ് ഓഫ് ഫിക്സേഷൻ നമ്മൾ കോമൺ ആയിട്ട് ഹിസ്റ്റോപത്തോളജിയിൽ യൂസ് ചെയ്യുന്നില്ല. പക്ഷെ ചില കേസിൽ മൈക്രോവേവ് ഫിക്സേഷൻസ് യൂസ് ചെയ്യാറുണ്ട്. അത് വഴിയെ പറയാം. ദെൻ മിസലേനിയസ് ഏജന്റ്. അപ്പോ ആൽഡിഹൈഡ്സ് ഉണ്ട്, ഓക്സിഡൈസിങ് ഏജന്റ്സ് ഉണ്ട്, പ്രോട്ടീൻ ഡീനാച്ചുറേറ്റിംഗ് ഏജന്റ്, ക്രോസ് ലിങ്കിങ് ഏജന്റ്സ് ഉണ്ട്, ഫിസിക്കൽ ഏജന്റ്സ് ഉണ്ട്. ഇതിലൊന്നും പെടാത്ത കുറച്ച് സാധനങ്ങളുണ്ട്. അതിലാണ് മിസലേനിയസ് വരുന്നത്. അതിൽ വരുന്നതാണ് മെർക്കുറി ക്ലോറൈഡ്, പിക്രിക് ആസിഡ്, ക്ലോറോഫോം. ഈ മെർക്കുറി ക്ലോറൈഡ്, പിക്രിക് ആസിഡ്, ക്ലോറോഫോം ഇതൊന്നും ഒരു ഗ്രൂപ്പിലും പെടാതെ മിസലേനിയസ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഒപ്പം തന്നെ ഇതിനെല്ലാം ഫിക്സേഷനിൽ ഇൻഡിവിജ്വലി അങ്ങനെ ഭയങ്കര ഫിക്സേഷൻ അത് പ്രൊവൈഡ് ചെയ്യില്ലെങ്കിലും പല ഫിക്സേറ്റീവ്സിന്റെയും മെയിൻ കോമ്പോണൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇതാണ് മെർക്കുറി ക്ലോറൈഡ്, പിക്രിക് ആസിഡ്, ക്ലോറോഫോം എക്സെട്ര. അപ്പൊ ഇത്രയും സാധനങ്ങളുണ്ട്. ആൽഡിഹൈഡ്സ് ഉണ്ട്, ഓക്സിഡൈസിങ് ഏജന്റ്സ് ഉണ്ട്, ക്രോസ് ലിങ്കിങ് ഏജന്റ്സ് ഉണ്ട്, പ്രോട്ടീൻ ഡീനാച്ചുറേറ്റിംഗ് ഏജന്റ്സ് ഉണ്ട്, ഫിസിക്കൽ ഏജന്റ്സ് ഉണ്ട്, മിസലേനിയസ് ഏജന്റ്സ് ഉണ്ട്. ഇനി റിയാക്ഷൻ ഓഫ് ഫിക്സേറ്റീവ് വിത്ത് പ്രോട്ടീൻ. നമ്മുടെ ബോഡിയിൽ മെയ്ഡപ്പ് ഓഫ് പ്രോട്ടീൻ, ലിപ്പിഡ്സ്, കാർബോഹൈഡ്രേറ്റ് ആൻഡ് ന്യൂക്ലിക് ആസിഡ്. അപ്പൊ ബേസിക് യൂണിറ്റ്സ് ഇത് നാലും തന്നെയാണ്. അപ്പൊ പ്രോട്ടീൻസ് ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ്, ബിൽഡിംഗ് യൂണിറ്റ്സ് ഓഫ് ദ ഹ്യൂമൻ ബോഡി. അപ്പൊ ഇത് എങ്ങനെ ഓരോ ഫിക്സേറ്റീവ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നു എന്നാണ്. അപ്പൊ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ പ്രോട്ടീന്റെ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് അമിനോ ആസിഡ്സ് ആണ്. അമിനോ ആസിഡ്സിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. Lysine has a reversible reaction with formaldehyde. അതായത് ഫോർമാൽഡിഹൈഡ് ആണ് ആഡ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് പ്രോട്ടീനിലെ ലൈസിൻ റിയാക്ട് ചെയ്യുന്നത് റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. ബട്ട് വിത്ത് ഗ്ലൂട്രാൽഡിഹൈഡ് ഈസ് ഇറിവേഴ്സിബിൾ. ഗ്ലൂട്രാൽഡിഹൈഡ് ലൈസിനുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് ഇറിവേഴ്സിബിളി ആണ്. പക്ഷെ ഫോർമാൽഡിഹൈഡ് ലൈസിനുമായി റിയാക്ട് ചെയ്യുന്നത് റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. ഓസ്മിയം ടെട്രോക്സൈഡ്. ഓസ്മിയം ടെട്രോക്സൈഡ് എന്ന് പറയുന്നത് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ഓസ്മിയം ടെട്രോക്സൈഡ് ഇറ്റ് ഡു നോട്ട് റിയാക്ട് വിത്ത് പ്രോട്ടീൻ. ഇറ്റ് ഡു നോട്ട് റിയാക്ട് വിത്ത് പ്രോട്ടീൻ. അപ്പോൾ ഒരിക്കലും ഓസ്മിയം ടെട്രോക്സൈഡ് ഒന്നും നമുക്ക് പ്രോട്ടീൻ ഫിക്സേഷൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ദെൻ പൊട്ടാസ്യം പെർമാംഗനേറ്റ്, പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഈസ് ലെസ് റിയാക്റ്റീവ് ടുവാർഡ്സ് പ്രോട്ടീൻ. അപ്പോൾ പ്രോട്ടീൻ ആയിട്ട് അധികം ഫിക്സേറ്റീവ്സിനും വളരെ റിയാക്ഷൻ വളരെ കുറവാണ്. അതായത് ഫോർമാൽഡിഹൈഡ് റിയാക്ഷൻ റിവേഴ്സിബിൾ ആണ്, ഗ്ലൂട്രാൽഡിഹൈഡ് ഇറിവേഴ്സിബിൾ ആണ്. ഓസ്മിയം ടെട്രോക്സൈഡ് അതായത് ഓക്സിഡൈസിങ് ഏജന്റ് ഡു നോട്ട് റിയാക്ട് വിത്ത് പ്രോട്ടീൻ ആണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ്, പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഒക്കെ ഓക്സിഡൈസിങ് ഏജന്റ്സ് തന്നെയാണ്. അത് ലെസ് റിയാക്റ്റീവ് ടുവാർഡ്സ് പ്രോട്ടീൻ ആണ്.
ഇനി മെർക്കുറി ക്ലോറൈഡ്. മെർക്കുറി ക്ലോറൈഡ് മിസലേനിയസിൽ വരുന്നതാണ് മെർക്കുറി ക്ലോറൈഡ്. ഇറ്റ് ഈസ് വൈഡ്ലി യൂസ്ഡ് ആസ് ദ സെക്കൻഡറി ഫിക്സേറ്റീവ്. ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. വിച്ച് ഈസ് ദ വൈഡ്ലി യൂസ്ഡ് സെക്കൻഡറി ഫിക്സേറ്റീവ്? വൈഡ്ലി യൂസ്ഡ് സെക്കൻഡറി ഫിക്സേറ്റീവ് ഈസ് മെർക്കുറി ക്ലോറൈഡ്. സെക്കൻഡറി ഫിക്സേറ്റീവ് എന്ന് പറയുമ്പോൾ ആദ്യം ഒരു ഫിക്സേറ്റീവിൽ നമ്മൾ ഫിക്സ് ചെയ്യും. അതിനുശേഷം നമുക്ക് കുറച്ചുകൂടി നമ്മൾ ചെയ്യുന്ന സ്റ്റേജിങ് പ്രൊസീജിയറിലും എല്ലാം നമുക്ക് കുറച്ചുകൂടി നല്ലൊരു റിസൾട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഒരു സെക്കൻഡറി ഫിക്സേറ്റീവ് ആയിട്ട് മെർക്കുറി ക്ലോറൈഡ് യൂസ് ചെയ്യും. ക്രോസ് ലിങ്കിങ് ഏജന്റിൽ വരുന്നതാണ് കാർബോഡിമൈഡ്. സിമിലർ റിയാക്ഷൻ ടു ഗ്ലൂട്രാൽഡിഹൈഡ് യൂസ്ഡ് ഇൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി. ഗ്ലൂട്രാൽഡിഹൈഡ് പോലെ തന്നെ സിമിലർ റിയാക്ഷൻ വരിക. അപ്പോൾ റിയാക്ഷൻ വിത്ത് ലൈസിൻ വിൽ ബി ഇറിവേഴ്സിബിൾ. ആൻഡ് കാർബോഡിമൈഡ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി. അപ്പോൾ ഗ്ലൂട്രാൽഡിഹൈഡിനൊപ്പം തന്നെ കാർബോഡിമൈഡ് ക്രോസ് ലിങ്കിങ് ഏജന്റ്സ് ആണ് യൂസ്ഡ് ഫോർ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി. ബെൻസോക്വിനോൺ. ബെൻസോക്വിനോൺ used for immunocytochemistry. For immunocytochemistry, for a tissue for an immunocytochemistry, preservative of choice or fixative of choice is benzoquinone. It reacts with the sulfhydryl group of 3 amino acids and phenol residue of tyrosine. അതായത് ഇത് ഫീനോൾ റെസിഡ്യൂ ഓഫ് ടൈറോസിനായിട്ടും സൾഫൈഡൽ ഗ്രൂപ്പ് ഓഫ് 3 amino acids, സൾഫൈഡൽ ഗ്രൂപ്പ് ഓഫ് 3 amino acid ആയിട്ടാണ് ഇത് റിയാക്ട് ചെയ്യുക. ബെൻസോക്വിനോൺ. ഇങ്ങനെ പറയുമ്പോൾ ഇത് ഓരോന്നും പോട്ടനിയം ടെട്രോസൈഡ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, പൊട്ടാസ്യം ഡൈക്രോമേറ്റ് എല്ലാം ഓക്സിഡൈസിങ് ഏജന്റ്സ് ആണ്. മെർക്കുറി ക്ലോറൈഡ് മിസലേനിയസിൽ വരുന്നതാണ്. കാർബോഡിമൈഡ് ക്ലോസ് ലിങ്കിങ് ഏജന്റ് ആണ്. ബെൻസോക്വിനോൺ ക്ലോസ് ലിങ്കിങ് ഏജന്റ് ആണ്. ഇത് നമുക്ക് മൈൻഡിൽ വന്നാൽ നമുക്ക് കുറച്ചുകൂടി പഠിക്കാൻ ഈസിയാണ്. ദെൻ റിയാക്ഷൻ ഓഫ് ഫിക്സേറ്റീവ് വിത്ത് ന്യൂക്ലിക് ആസിഡ്. പ്രോട്ടീനെ റിയാക്ഷൻ പറഞ്ഞു. At RT, room temperature, no reaction with glutaraldehyde or formaldehyde. അതായത് റൂം ടെമ്പറേച്ചറിൽ ഫോർമാൽഡിഹൈഡും ഗ്ലൂട്രാൽഡിഹൈഡും ന്യൂക്ലിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യില്ല. ന്യൂക്ലിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DNA, RNA. അപ്പൊ DNA, RNA ഒക്കെ നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ച് ടെമ്പറേച്ചർ കൂടി കൊടുത്താൽ മാത്രമാണ് അത് റിയാക്ട് ചെയ്ത് തുടങ്ങും. At 45 degrees Celsius, it reacts with RNA and 65 degrees Celsius in the case of DNA. അപ്പോൾ ഇത് റിയാക്ട് ചെയ്ത് തുടങ്ങുന്നത്, ഫോർമാൽഡിഹൈഡ് ഒക്കെ റിയാക്ട് ചെയ്ത് തുടങ്ങുന്നത് 45 ഡിഗ്രി സെൽഷ്യസിൽ ടെമ്പറേച്ചർ ഉണ്ടെങ്കിലാണ് RNA ആയിട്ട് റിയാക്ട് ചെയ്യുക. 65 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഉണ്ടെങ്കിലാണ് DNA ആയിട്ട് റിയാക്ട് ചെയ്യുക. അപ്പോൾ ഈ സാധനങ്ങൾ ഈ ഫിക്സേറ്റീവില് ഫോർമലിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ടെമ്പറേച്ചർ കൂടി കൊടുത്താൽ മാത്രമാണ് ഇത് റിയാക്ട് ചെയ്യും. 65% ethanol and methanol will result in collapsing of DNA. അപ്പൊ നമുക്ക് ന്യൂക്ലിക് ആസിഡ് ആണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിൽ എത്തനോളോ മെത്തനോളോ ഒക്കെ പ്രിസർവേറ്റീവ്സ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ DNA കൊളാപ്സ് ചെയ്യും. ദെൻ ഹിസ്റ്റോൺസ് മേ ബി എക്സ്ട്രാക്റ്റഡ്. ഹിസ്റ്റോൺസ് അതായത് DNA കൊളാപ്സ് ചെയ്തിട്ട് ഹിസ്റ്റോൺസ് എക്സ്ട്രാക്ട് ചെയ്യും. Then reaction of fixative with carbohydrate. Reaction of fixative with carbohydrate. അപ്പോൾ ന്യൂക്ലിക് ആസിഡ് കഴിഞ്ഞു, കാർബോഹൈഡ്രേറ്റ് ആണ് പറയുന്നത്. ആൽക്കഹോളിക് ഫിക്സേറ്റീവ്സ് ആർ യൂസ്ഡ് ടു ഫിക്സ് കാർബോഹൈഡ്രേറ്റ്. അപ്പോൾ ഓർത്ത് വെക്കുക, ആൽക്കഹോളിക് ഫിക്സേറ്റീവ്സ്, ആൽക്കഹോൾ കണ്ടെയ്നിങ് ഫിക്സേറ്റീവ്സ് ആണ് കാർബോഹൈഡ്രേറ്റ് ഫിക്സ് ചെയ്യാൻ ഏറ്റവും നല്ലത്. ടാനിക് ആസിഡ്സ് ക്യാൻ ബി ഓൾസോ യൂസ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ ബെസ്റ്റ് ഉള്ളത് നമുക്ക് ആൽക്കഹോളിക് ഫിക്സേറ്റീവ് ആണ്. ആൽക്കഹോളിക് ഫിക്സേറ്റീവിൽ നിന്ന് ടാനിക് ആസിഡ് ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാം. ഹിസ്റ്റോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് പ്രോട്ടീൻസ് ആണ്. അത് DNA പാക്കിങ്ങും DNA റെഗുലേഷനിലൊക്കെ നല്ല ഒരു റോളുള്ള, ക്രൂഷ്യൽ റോളുള്ള പ്രോട്ടീൻസിനാണ് ഹിസ്റ്റോൺസ് എന്ന് പറയുന്നത്. Then reaction of fixative with lipids. അപ്പൊ നമ്മളിതിൽ പ്രോട്ടീൻ പറഞ്ഞു, ന്യൂക്ലിക് ആസിഡ് പറഞ്ഞു, കാർബോഹൈഡ്രേറ്റ് പറഞ്ഞു. ആൽക്കഹോളിക് ഫിക്സേറ്റീവ്സ് ആണ് കാർബോഹൈഡ്രേറ്റിനെ ഫിക്സ് ചെയ്യാൻ വേണ്ടത്. റിയാക്ഷൻ ഓഫ് ഫിക്സേറ്റീവ് വിത്ത് ലിപ്പിഡ്സ്. ലിപ്പിഡ്സ് ആർ ലാർജ്ലി റിമൂവ്ഡ് ബൈ റുട്ടീൻ ഫിക്സേഷൻ. അപ്പൊ ലിപ്പിഡ് ഡെമോൺസ്ട്രേഷൻ ആണെങ്കിൽ നമ്മുടെ റുട്ടീൻ ഇമേഷൻ ഫിക്സേഷൻ ചെയ്ത് ഫോർമലിലൊക്കെ ഉപയോഗിച്ച് വന്നു കഴിഞ്ഞാൽ ലിപ്പിഡ്സ് എല്ലാം റിമൂവ്ഡ് ആവും. So cryostat or frozen section. ഇത് ഓർത്ത് വെക്കുക. For the demonstration of lipid,
we prefer cryostat or frozen section. ക്രയോസ്റ്റാറ്റോ ഫ്രോസൺ സെക്ഷൻ ചെയ്താൽ മാത്രമാണ് നമുക്ക് ലിപ്പിഡ്സിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും. പോരാത്തതിന് സ്റ്റെയിനിങ്ങിലും റുട്ടീൻ സ്റ്റെയിനിങ് മെത്തേഡിൽ ലിപ്പിഡ്സ് ഒക്കെ മെജോറിറ്റി ലിപ്പിഡ്സ് റിമൂവ് ചെയ്തു. സോ സുഡാൻ ബ്ലാക്ക് ബി, സുഡാൻ ബ്ലാക്ക് 3, സുഡാൻ ബ്ലാക്ക് 4, ഓയിൽ റെഡോ ഇങ്ങനെ തുടങ്ങിയ ഓയിൽ റെഡോ ഒക്കെ ഫോസ്ഫോലിപ്പിഡ്സിന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, then aldehydes remove lipids, but phospholipids can be fixed by aldehydes. Aldehydes majority lipidsനെ റിമൂവ് ചെയ്യും. പക്ഷെ നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യേണ്ട ഫോസ്ഫോലിപ്പിഡ്സ് ആണെങ്കിൽ, ഫോസ്ഫോലിപ്പിഡ്സ് ആണെങ്കിൽ നമുക്ക് ആൽഡിഹൈഡ് ഫിക്സേറ്റ്, ഫോർമാൽഡിഹൈഡ്, ഗ്ലൂട്രാൽഡിഹൈഡ് യൂസ് ചെയ്യാം. മെർക്കുറി ക്ലോറൈഡ് റിയാക്ട് വിത്ത് ലിപ്പിഡ് ടു ഫോം കോംപ്ലക്സസ്. മെർക്കുറി ക്ലോറൈഡ് ലിപ്പിഡ് റിയാക്ട് ചെയ്തിട്ട് കോംപ്ലക്സ് ഫോം ചെയ്യും. അപ്പോൾ നമ്മൾ സെക്കൻഡറി ഫിക്സേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്ന മെർക്കുറി ക്ലോറൈഡ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്തും ലിപ്പിഡ് കോംപ്ലക്സുകളാണ് അവിടെ ഫോം ചെയ്യുക. നമ്മുടെ ഫൈനൽ ഡയഗ്നോസിസ് ആയിട്ട് ഇന്റർഫിയർ ചെയ്യും. ഓസ്മിയം ടെട്രോക്സൈഡ് ഓക്സിഡൈസിങ് ഏജന്റ് ആൻഡ് ടാനിക് ആസിഡ് ഫിക്സസ് ലിപ്പിഡ്. അപ്പോൾ ഓക്സിഡൈസിങ് ഏജൻസ് ആയിട്ടുള്ള ഓസ്മിയം ടെട്രോക്സൈഡ്, അതേപോലെ ടാനിക് ആസിഡ്. ടാനിക് ആസിഡ് നമുക്ക് കാർബോഹൈഡ്രേറ്റിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ ടാനിക് ആസിഡ് യൂസ് ചെയ്യാം, പ്ലസ് ലിപ്പിഡ്സിനെ കൂടി. അപ്പൊ കാർബോഹൈഡ്രേറ്റ് ലിപ്പിഡ് ഒക്കെയാണ് നമ്മുടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യേണ്ട കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ടാനിക് ആസിഡ് യൂസ് ചെയ്യാം. ടാനിക് ആസിഡ് ഇൻഡിവിജ്വലി നോട്ട് എ ഫിക്സേറ്റീവ്, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ കോമ്പിനേഷൻ. Then cholesterol can be demonstrated best by digitonin. അതൊരു കോമ്പൗണ്ട് ആണ് ഡിജിറ്റോണിൻ. ഡിജിറ്റോണിൻ ഉപയോഗിച്ചാൽ നമുക്ക് കൊളസ്ട്രോൾ നന്നായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഡിജിറ്റോണിൻ. ഓക്കെ, അപ്പോൾ കൊളസ്ട്രോൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ ഡിജിറ്റോണിൻ. വൈഡ്ലി യൂസ്ഡ് സെക്കൻഡറി ഫിക്സേറ്റീവ് മെർക്കുറി ക്ലോറൈഡ്. ലിപ്പിഡ്സ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ നമ്മൾ ക്രയോസ്റ്റാറ്റോ ഫ്രോസൺ സെക്ഷൻസ് ആണ് യൂസ് ചെയ്യുക. ആൽക്കഹോളിക് ഫിക്സേറ്റീവ് കാർബോഹൈഡ്രേറ്റിന് യൂസ് ചെയ്യുന്നു. Then factors affecting fixation. അതാണ് ഇനി വരുന്നത്. ഒപ്റ്റിമം പി എച്ച്. ഒപ്റ്റിമം പി എച്ച് എന്ന് പറയുന്നത് 6 to 8 ആണ്. അതായത് ന്യൂട്രൽ പി എച്ച് 7-ന് ഒരു യൂണിറ്റ് താഴോട്ടോ ഒരു യൂണിറ്റ് മേലോട്ടോ പോവാം. ഒപ്റ്റിമം പി എച്ച് എന്ന് പറയുന്നത് 6 to 8 ആണ് പി എച്ച് എന്ന് പറയുന്നത്. ഫോസ്ഫേറ്റ്, ബൈകാർബണേറ്റ്, ട്രിസ് ബഫർ ആർ യൂസ്ഡ്. അപ്പോ പി എച്ച് ചേഞ്ച് ബഫർ എന്ന് പറഞ്ഞാൽ എന്താ? ബഫർ എന്ന് പറഞ്ഞാൽ ദേ റെസിസ്റ്റ് ചേഞ്ച് ഇൻ പി എച്ച്. അപ്പൊ ഒരുപാട് ബഫേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ഫോസ്ഫേറ്റ് ബഫർ, ബൈകാർബണേറ്റ് ബഫർ, ട്രിസ് ബഫർ, അങ്ങനെയുള്ള ബഫറുകൾ യൂസ് ചെയ്യാം. പി എച്ച് ചേഞ്ച് വരായിരിക്കും. കാരണം പി എച്ച് പ്രോപ്പർ ആയാലാണ് പ്രോപ്പർ ഫിക്സേഷൻ നടക്കുക. നോർമൽ ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത് 6 to 8 ആണ്. Osmium tetroxide acetic acids will decrease the pH and will destroy the tertiary and quaternary structure of protein. Osmium tetroxide, acetic acid, osmium tetroxide, acetic acid will decrease the pH. Acetic acid ആണ്. ആസിഡ് ആഡ് ചെയ്യുമ്പോൾ 6 or 6.5 ഉള്ളത് പിന്നെയും കുറഞ്ഞു വരും. Will destroy the tertiary and quaternary structure of protein. അപ്പൊ അസറ്റിക് ആസിഡ് അങ്ങനെയുള്ള സാധനങ്ങൾ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ബഫർ ആഡ് ചെയ്ത് ആ പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യണം. ഇല്ലെങ്കിൽ പ്രോട്ടീൻ്റെ സ്ട്രക്ചർ എല്ലാം ഡിസ്ട്രപ്റ്റഡ് ആയിപ്പോകും. പ്രോട്ടീൻ ആണ് ബേസിക് ബിൽഡിംഗ് യൂണിറ്റ്. അപ്പൊ അതിന്റെ ബേസിക് സ്ട്രക്ചറിൽ ഡിസ്ട്രക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ഹോൾ ടിഷ്യൂവിനെ നമ്മുടെ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ ഈവൻ അതിന്റെ സ്റ്റെയിനിങ് ക്യാരക്ടറിനെ എല്ലാം ബാധിക്കും. സോ അത് കെയർഫുൾ ആയിരിക്കണം. നെക്സ്റ്റ് വൺ, ടെമ്പറേച്ചർ. Optimal temperature is 40 degree. 40 degree ആണ് ഒപ്റ്റിമൽ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതോറും ഫിക്സേഷൻ സ്പീഡപ്പ് ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞു ന്യൂക്ലിക് ആസിഡ് ഒക്കെ റിയാക്ട് ചെയ്യണമെങ്കിൽ 45 ഡിഗ്രി സെൽഷ്യസ് വേണം. RNA റിയാക്ട് ചെയ്യാൻ 65 ഡിഗ്രി സെൽഷ്യസ് വേണം. DNA റിയാക്ട് ചെയ്യാനൊക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ഒപ്റ്റിമം പി എച്ച് എന്ന് പറയുന്നത് നമ്മൾ 40 ആണ്. ഒരു ടെമ്പറേച്ചർ കൂട്ടുന്നതോറും ഫിക്സേഷൻ സ്പീഡപ്പ് ചെയ്യും. പക്ഷെ ടെമ്പറേച്ചർ ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ ടിഷ്യൂവിന് ഡാമേജ് ഉണ്ടാക്കും. ടിഷ്യൂ ഡാമേജ് ഉണ്ടാക്കുന്ന കാരണം നമ്മൾ അത് നോക്കുന്നില്ല, അത് ഉപയോഗിക്കുന്നില്ല.
പക്ഷേ ഈ ടെമ്പറേച്ചർ മൊത്തം ഓവറോൾ പ്രോസസ്സിങ്ങിനെ എല്ലാം ഇമ്പ്രൂവ് ചെയ്യുന്നതുകൊണ്ട് ഹിസ്റ്റോകൈനറ്റിലെല്ലാം ഒരു 40 ഡിഗ്രി ഒക്കെ ടെമ്പറേച്ചർ കൊടുക്കാറുണ്ട്. ബാത്തിന്റെ എല്ലാം പാരഫിൻ വാക്സ് ബാത്തിന്റെ എല്ലാം ബാക്കിയുള്ളതിലൊക്കെ ഒരു 40 ഡിഗ്രി കൊടുക്കാറുണ്ട്. ദെൻ പെനിട്രേഷൻ. പെനിട്രേഷൻ എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഇത് ടിഷ്യൂവിനകത്തേക്ക് കയറി പോകുന്നുണ്ട് എന്നുള്ളത്. നോട്ട് ഓൺലി ദ ഡിഫ്യൂഷൻ, അതായത് ഈ ഫിക്സേറ്റീവ് എത്രത്തോളം ടിഷ്യൂവിനകത്തേക്ക് കയറി പോകുന്നുണ്ട് എന്നല്ല, ബട്ട് ആൾസോ ദ റേറ്റ് അറ്റ് വിച്ച് ഇറ്റ് റിയാക്ട് വിത്ത് ദ ടിഷ്യൂ കമ്പോണൻസ്. ടിഷ്യൂവിനകത്തേക്ക് പെനിട്രേറ്റ് ചെയ്ത് ഉള്ളിലോട്ട് കയറി ചെന്നാൽ മാത്രം പോരാ, അവിടുത്തെ ടിഷ്യൂ അല്ലെങ്കിൽ ബേസിക് സ്ട്രക്ചർ ആയിട്ടുള്ള സെൽസുമായിട്ട് ഈ ഫിക്സേറ്റീവ് റിയാക്ട് ചെയ്ത് അതിനെ പ്രിസർവ് ചെയ്യണം. ആൻഡ് ദ റിവേഴ്സിബിലിറ്റി ഓഫ് ദ റിയാക്ഷൻ, ആ റിയാക്ഷന്റെ റിവേഴ്സിബിലിറ്റിയും എല്ലാം ഇതിന്റെ ഒരു ഫാക്ടറാണ്. നോട്ട് ഓൺലി ദ ഡിഫ്യൂഷൻ ബട്ട് ഓൾസോ ദ റേറ്റ് അറ്റ് വിച്ച് റിയാക്ട് വിത്ത് ദ ടിഷ്യൂ കമ്പോണന്റ്. ഗ്ലൂട്രാൽഡിഹൈഡ് ആൻഡ് അക്രോലിൻ. ഗ്ലൂട്രാൽഡിഹൈഡ് അല്ലെങ്കിൽ അസറ്റാൽഡിഹൈഡ് ആർ ഫാസ്റ്റ് ബട്ട് ഗ്ലയോക്സാൾ ഈസ് വെരി സ്ലോ. പെനിട്രേഷന്റെ കേസിലാണ് പറയുന്നത്. ഗ്ലൂട്രാൽഡിഹൈഡ് എല്ലാം വെച്ചിട്ട് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് പെനിട്രേഷൻ നടക്കും. അക്രോലിൻ ആണെങ്കിലും, അക്രോലിൻ അല്ലെങ്കിൽ അസറ്റാൽഡിഹൈഡ്. പക്ഷേ ഗ്ലയോക്സാൾ എന്ന് പറയുന്ന ആൽഡിഹൈഡ് ഫിക്സേറ്റീവ് വെരി സ്ലോ ആണ്. സ്ലോ ആകുന്നതോറും വേറൊരു ഗുണം കൂടി ഉണ്ട്, ടിഷ്യൂവിനുള്ള ഡാമേജ് കുറയും. ദെൻ ഓസ്മോളാരിറ്റി. ഓസ്മോളാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, ഒരു സൊല്യൂഷനിൽ ഓസ്മോട്ടിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള കോമ്പൗണ്ട് അതിന് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഓസ്മോളാരിറ്റി. ഓസ്മോട്ടിക്കലി ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ കഴിയും. അതാണ് ഓസ്മോലാരിറ്റി എന്ന് പറയുന്നത്. ആ ഓസ്മോട്ടിക്കലി ആക്റ്റീവായ ആ കോമ്പൗണ്ടുകളാണ് ഓസ്മോലാരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഓസ്മോലാരിറ്റി അപ്പൊ ഹൈപ്പർടോണിക്കും ഹൈപ്പോടോണിക്കും. ഹൈപ്പർടോണിക് ആണെങ്കിൽ എന്താ? ഹൈപ്പർടോണിക് എന്ന് പറഞ്ഞാൽ ടിഷ്യൂ ഇവിടെ കിടക്കുന്നു, പുറത്തുള്ള ഫ്ലൂയിഡ് കോൺസെൻട്രേഷൻ, സാൾട്ട് കോൺസെൻട്രേഷൻ കൂടുതലാണ്. അപ്പൊ ഇതിനകത്തുനിന്ന് ഇങ്ങോട്ട് ഫ്ലൂയിഡ് വരും, അപ്പൊ ടിഷ്യൂ ഷ്രിങ്ക് ചെയ്യും, ചുരുങ്ങും. ഇനി ഹൈപ്പോട്ടോണിക് ആണെങ്കിലോ, ടിഷ്യൂവിനകത്ത് സാൾട്ട് കോൺസെൻട്രേഷൻ കൂടുതലാണ്, സാൾട്ട് ഒരിക്കലും മൂവ് ചെയ്യില്ല. അപ്പൊ ഇവിടുന്ന് വാട്ടർ അല്ലെങ്കിൽ ഈ പുറത്തുള്ള മീഡിയത്തിന് ഫ്ലൂയിഡ് ഇങ്ങോട്ട് കയറും. ഇങ്ങോട്ട് കയറിയാൽ എന്താവും? സ്വെല്ലിങ് വരും. അപ്പോൾ ഓസ്മോലാരിറ്റിക്കലി അല്ലെങ്കിൽ ഓസ്മോട്ടിക്കലി അത് ബാലൻസ്ഡ് ആയിരിക്കണം. അതായത് ഹൈപ്പോട്ടോണിക്കോ ആവരുത്, ഹൈപ്പോട്ടോണിക്കോ ആവരുത്. ടിഷ്യൂവിന് ഷ്രിങ്കേജ് ഉണ്ടാക്കരുത്, സ്വെല്ലിങ്. ഷ്രിങ്കേജ് ഉണ്ടാകുമ്പോഴും ടിഷ്യൂന്റെ കറക്റ്റ് ഷേപ്പ് കാര്യങ്ങളും നമുക്കാണെങ്കിൽ കറക്റ്റ് എക്സാക്ട് സ്ട്രക്ചർ നമുക്ക് മനസ്സിലാവില്ല. സ്വെല്ലിങ് ഉണ്ടായാലും എന്തായി? ഒരു ലിമിറ്റ് വിട്ട് കഴിഞ്ഞാൽ ആ ടിഷ്യൂ ബേസ്റ്റ് ചെയ്യും. അപ്പൊ അതും ഉണ്ടാവാൻ പാടില്ല. സോ ഷ്രിങ്കേജ് ഉണ്ടാവാൻ പാടില്ല, സ്വെല്ലിങ് ഉണ്ടാവാൻ പാടില്ല. സോ ഇറ്റ് ഷുഡ് ബി ഐസോട്ടോണിക് ആയിരിക്കണം. ദെൻ ഓസ്മോലാരിറ്റി എന്ന് പറയുമ്പോൾ അതിനുള്ള ഒരു ഇന്റർചേഞ്ച്, എക്സ്ചേഞ്ച് നടക്കും. For electron microscopy, slightly hypertonic solution is used. കാരണം ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി എന്ന് പറയുമ്പോൾ നാനോമീറ്റർ സൈസിലാണ് നമ്മൾ കാണുന്നത്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ നാനോമീറ്റർ സൈസിലാണ് കാണുന്നത്. അപ്പൊ രണ്ട് സെല്ല് ചേർന്ന് കിടക്കുമ്പോൾ അത് തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് സ്ലൈറ്റ്ലി ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ കൊടുക്കും. അപ്പൊ ടിഷ്യൂ സ്ട്രക്ചേഴ്സ് എല്ലാം ചെറിയൊരു ഷ്രിങ്കേജ് വരും. ആ ചെറിയ ഷ്രിങ്കേജ് വരുമ്പോൾ രണ്ട് സെൽസ് ചേർന്ന് കിടക്കുമ്പോൾ അതിന്റെ സെൽ വോളുകൾ തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് വരുമ്പോൾ നമുക്ക് ഈസിലി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. മൈക്രോസ്കോപ്പി ചെയ്യുമ്പോൾ അതിന്റെ ആവശ്യമില്ല. കാരണം മൈക്രോസ്കോപ്പി ചെയ്യുമ്പോൾ നമുക്ക് മൈക്രോമീറ്റർ സൈസിലാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയിൽ നമ്മൾ നാനോമീറ്റർ സൈസിൽ അത്ര ഡീപ്പായി കാണുമ്പോൾ നമുക്കൊരു സ്ലൈറ്റ്ലി ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ. അപ്പോൾ എന്തുകൊണ്ട് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിക്ക് ഗ്ലൂട്രാൽഡിഹൈഡ് യൂസ് ചെയ്യുന്നു എന്ന് ചോദിക്കാം. അത് ചോദിച്ചിട്ടുള്ളതാണ്. ഒരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി ഗ്ലൂട്രാൽഡിഹൈഡ് യൂസ് ചെയ്യുന്നു. പ്ലസ് അത് കുറച്ച് സ്ലൈറ്റ്ലി ഹൈപ്പർട്ടോണിക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ദെൻ കോൺസെൻട്രേഷൻ, എത്രത്തോളം കോൺസെൻട്രേഷൻ യൂസ് ചെയ്യുന്നു. ഇത് കോൺസെൻട്രേഷൻ എത്രത്തോളം, ഒരു ഫിക്സേറ്റീവിന്റെ കോൺസെൻട്രേഷൻ എത്രത്തോളം യൂസ് ചെയ്യാന്നുള്ളത് അതിന്റെ കസ്റ്റം, കോസ്റ്റ്, ഇഫക്റ്റീവ്നെസ്, സോലുബിലിറ്റി, അവൈലബിലിറ്റി. നമുക്ക് അവൈലബിലിറ്റി വളരെ കുറവുള്ള സാധനമാണെങ്കിൽ അതിന് നല്ല വില കൂടുതലായിരിക്കും. ആ വില കൂടുതലാകുമ്പോൾ നമുക്ക് ആ ഒരു പർപ്പസിന് അതിന് അത്രത്തോളം ഗുണമുണ്ടെങ്കിൽ മാത്രമാണ്, അതിന്റെ ഇഫക്റ്റീവ്നെസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഈസിലി അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ഹൈ കോൺസെൻട്രേഷൻ യൂസ് ചെയ്ത് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാം.
അവൈലബിലിറ്റി കുറയും തോറും വില കൂടുന്തോറും അതിന് ഇഫക്റ്റീവ്നെസ് അത്രത്തോളം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. പിന്നെ എത്രത്തോളം സോലിബിൾ ആണ്, അതിന്റെ കോസ്റ്റ് എത്ര വരുന്നു, കസ്റ്റം, അതിന്റെ എങ്ങനത്തെ ഇതിലാണ് അത് അവൈലബിൾ ആവുന്നത്, സോലിബിലിറ്റി, അവൈലബിലിറ്റി, ഇങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു ഫിക്സേറ്റീവിനെ നമ്മൾ ഡിസൈഡ് ചെയ്തത്. അപ്പോൾ ഹൈ കോൺസെൻട്രേഷൻ ആണെങ്കിൽ പെട്ടെന്ന് പെനിട്രേറ്റ് ചെയ്യും, അപ്പൊ നമുക്ക് ഫിക്സേഷൻ കുറച്ച് സമയം മതി. പക്ഷെ ഹൈ കോൺസെൻട്രേഷൻ യൂസ് ചെയ്യാൻ എക്സ്പെൻസീവ് ആണെങ്കിൽ നമ്മളത് കോൺസെൻട്രേഷൻ കുറച്ച് കൂടുതൽ സമയം ഫിക്സേഷൻ ചെയ്യേണ്ടി വരും. Then duration. Prolonged fixation in formaldehyde cause shrinkage and hardening. Prolonged fixation in formaldehyde cause shrinkage and hardening. Acetaldehyde inhibit enzyme action, immunological reaction, and destroy a viral antigen. Acetaldehyde, acetaldehyde അല്ല, aldehydes. Formaldehyde ആയിക്കോട്ടെ, glucaraldehyde ആയിക്കോട്ടെ, acetaldehyde ആയിക്കോട്ടെ, aldehydes എല്ലാം ഇൻഹിബിറ്റ് എൻസൈം ആക്ഷൻ. അപ്പൊ നമുക്കൊരു എൻസൈം ഡെമോൺസ്ട്രേറ്റ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഇമ്മ്യൂണോളജിക്കൽ റിയാക്ഷൻ ആൻഡ് എൻസൈം ഇമ്മ്യൂണോഹിസ്റ്റോകെമിസ്ട്രി, ഇമ്മ്യൂണോസൈറ്റോകെമിസ്ട്രി ഒക്കെ ആണെങ്കിൽ ഫോർമലിൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആന്റിജനോ ആന്റിബോഡീസ് ഒക്കെ ഡെസ്ട്രോയ് ആയിട്ട് പോവാൻ സാധ്യത. ഓൾസോ വൈറൽ ആന്റിജൻ, നമ്മുടെ ബോഡിയിലുള്ള വൈറൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്ത ആന്റിജൻസോ ആന്റിബോഡി ആയിക്കോട്ടെ എല്ലാം ഡിസ്ട്രക്ട് ആയി പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ആൽഡിഹൈഡ് ഇൻഹിബിറ്റ് എൻസൈം ആക്ഷൻ, immunological reaction and destroy viral antigens. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു, അതിന്റെ പ്രോപ്പർട്ടീസ് എല്ലാം പറഞ്ഞു. ഇനി എന്തായാലും താങ്ക് യു, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.